പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിൽ എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അനന്തകാരുണ്യത്തിലുള്ളതായ കർത്താവെ, ഞാൻ അങ്ങേ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, അങ്ങേക്ക് നന്ദി പറയുന്നു. കർത്താവെ, എങ്ങാളിൻ്റെ ഇടയിൽ എനിക്കൊന്നിനും കുറവുണ്ടായില്ലെന്ന ബോധ്യം ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കുന്ന കാരുണ്യവാനായ കർത്താവെ, നിൻ്റെ കൃപയും അനുഗ്രഹവും ഞങ്ങളുടെ മേൽ ചെയ്യണം. കർത്താവിൻ്റെ വചനം ശ്രവിക്കുന്നത് ഞാനാണ് നല്ലിടയൻ എന്ന അരുൾ ചെയ്ത കർത്താവെ, അങ്ങയുടെ പിന്നാലെ അനുഗമിക്കുവാനായി ഞങ്ങളെ ഓരോരുത്തരെയും വിളിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. വ്യാജ ഇടയന്മാരെ തിരിച്ചറിയുവാൻ കർത്താവെ ഞങ്ങളോട് ഓരോരുത്തരോടും ഇന്ന് അരുൾ ചെയ്യും. നല്ലിടയൻ ഞാൻ തന്നെ എൻ്റെ ആടുകളെ അന്വേഷിച്ച് കണ്ടെത്തും. നഷ്ടപ്പെട്ടാൽ അതിനെ കണ്ടെത്തി തോളിലേറ്റുന്ന ഇടയനായ ഈശോയെ, നിൻ്റെ തിരുമുമ്പിൽ ഞങ്ങളെ ഓരോരുത്തരെയും സമർപ്പിക്കുന്നു. നിൻ്റെ കാരുണ്യം, നിൻ്റെ സ്നേഹവും, നിൻ്റെ ചെയ്യും ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണം. ദൈവത്തിൻ്റെ നീതിയെ ചോദ്യം ചെയ്യുവാൻ ഞങ്ങളാരും ആളല്ല എന്ന് കർത്താവെ അറിയുന്നു. തൻ്റെ വയലിലേക്ക് ജോലിക്കാരെ അയച്ച യജമാനൻ വിവിധ സമയങ്ങളിൽ ജോലിക്കെത്തിയവർക്ക് ഒരേ കൂലി കൊടുക്കുമ്പോൾ അസ്വസ്ഥത പ്രകടിപ്പിക്കുന്ന ജോലിക്കാർ, ഞങ്ങൾ അവരെക്കാളും മുമ്പേ വന്നവരാണ്, അവരെക്കാളും കഷ്ടപ്പെട്ടവരാണ്, എന്നിട്ട് നീ അവർക്കൊപ്പം ഞങ്ങളെ തുല്യരാക്കിയത്. എപ്പോൾ ജ്ഞാനസ്നാനം സ്വീകരിച്ചു, എപ്പോൾ ക്രിസ്തുവിനെ അറിഞ്ഞു എന്നുള്ളതല്ല, ആ ക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കുന്നതാണ് യഥാർത്ഥമായ സമയമെന്ന് ഞങ്ങളെ ഓർമ്മിപ്പിക്കുന്ന കാരുണ്യവാനായ കർത്താവേ, നിൻ്റെ കരുണയും സ്നേഹവും അനുഭവിച്ചറിയുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും വിളിച്ചതിനെ ഓർത്ത് നന്ദി പറയുന്നു. നിൻ്റെ കാരുണ്യവും സ്നേഹവും അനുഭവിച്ചറിയുവാൻ ഞങ്ങൾക്ക് കൃപ നൽകി അനുഗ്രഹിക്കണം. 10-ാം പീയൂസ് മാർപ്പാപ്പയുടെ തിരുനാൾ ആഘോഷിക്കുന്ന ഈ ദിനം സമസ്തവും ക്രിസ്തുവിൽ നവീകരിക്കുക എന്ന പാപ്പായുടെ ആപ്തവാക്യം ഞങ്ങൾ സമ്പൂർണ്ണമായിട്ട് ഞങ്ങളെ തന്നെ സമർപ്പിച്ചുകൊണ്ട് സമസ്തവും അങ്ങിൽ നവീകരിക്കുവാൻ കൃപ നൽകി അനുഗ്രഹിക്കണം. ഒരു പുതിയ സൃഷ്ടിയാകുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അങ്ങേ മഹത്വപ്പെടുത്തി ജീവിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണം. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവിൻ്റെ അനുഗ്രഹം നിങ്ങളിൽ വന്നണഞ്ഞ് എന്നും നിലനിൽക്കുമാറാകും.